ഹലോ മക്കളെ, നമ്മുടെ മോഷൻ ആൻഡ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ചലനവും ഫലവും എന്നുള്ള ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഓഡോമീറ്ററും അതേപോലെ സ്പീഡോമീറ്ററും മാറിപ്പോരുത്. ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ടു മെഷർ ദ ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ ദൂരം സഞ്ചരിച്ചത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഡോമീറ്റർ ഉപയോഗിക്കുക. സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ടു മെഷർ ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ, ഒരു വാഹനത്തിന്റെ, ഒരു ബൈക്കായാലും കാറായാലും ഒരു വാഹനത്തിന്റെ സ്പീഡ് കണ്ടെത്താൻ അല്ലെങ്കിൽ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡോമീറ്റർ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഒരു ചിത്രത്തിനകത്ത് ഇതൊരു സ്പീഡോമീറ്റർ ആണ്. ഈ സ്പീഡോമീറ്റർ, ഈ സൂചി ഇങ്ങനെ കാണിക്കുന്നത് കിലോമീറ്റർ പെർ ഹവർ എന്ന് കാണിക്കുന്നത് അത് സ്പീഡിനെയാണ് കാണിക്കുന്നത്, അതിന്റെ വേഗത്തെയാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ ചെറിയൊരു ബോക്സിനകത്ത് കണ്ടില്ലേ, ആ ഒരു വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു, ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഡോമീറ്റർ വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഒരു ടേബിളിന്റെ ഭാഗത്ത് മുകൾ ഭാഗത്ത് ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടേബിൾ റെഫറൻസ് ആണ്, അവലംബക വസ്തുവാണ്. ടേബിൾ എന്താണ്, അവലംബക വസ്തുവാണ്. അപ്പൊ ബുക്ക് എന്തായിരിക്കും, ടേബിളാണ് അവലംബക വസ്തുവായിട്ട് എടുക്കുന്നതെങ്കിൽ ബുക്ക് എന്തായിരിക്കും, റെസ്റ്റ് ആയിരിക്കും ഓർത്ത് വയ്ക്കുക, നിശ്ചലമായിരിക്കും ഓർത്ത് വയ്ക്കുക. ഇനി അതേപോലെ തന്നെ ഒരു ലോറിയിൽ എന്ത് ചെയ്യുന്നു, കുറേ മരത്തടികൾ, ലോഗോ ഫുഡ് എന്ത് ചെയ്യുന്നു, മരത്തടികൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഗ്രൗണ്ട് ആണ് റെഫറൻസ്, തറയാണ്, റോഡാണ് നമ്മളെ റെഫറൻസ്, അവലംബക വസ്തു എന്ന് പറയുന്നെങ്കിൽ വുഡ് എന്തായിരിക്കും, മരം എന്തായിരിക്കും, മോഷൻ ആയിരിക്കും ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ ഇതേപോലത്തെ ഫൈൻഡ് ദ റിലേഷൻ, ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് വരും. ഇനി അതോടൊപ്പം തന്നെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ഇത് എപ്പോഴും നമുക്കൊരു പസിൽ രൂപത്തിൽ വരും, അതായത് ഇത് ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വോളിയം, വ്യാപ്തം ചേഞ്ച് ചെയ്യാൻ പറ്റും, സൈസ് വലുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും, ഷേപ്പ് ആകൃതിയിൽ മാറ്റം വരുത്താൻ പറ്റും, റെസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നിശ്ചലമാക്കാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ ഡയറക്ഷൻ, ദിശ മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ മോഷൻ ആൻഡ് ഫോഴ്സ് എന്നുള്ള ബേസ് ചെയ്തിട്ട് ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം.